സിമ്പിളായിട്ടുള്ള പല പോർട്രേറ്റ്സും കാണുമ്പം ഇതൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാം എന്ന് വിചാരിക്കുന്ന ഒരാളാണേ ഞാൻ. പക്ഷെ വരച്ചു വരുമ്പം 7 അയലത്തല്ല, അവരുടെ 14 അയലത്ത് പോലും ഞാൻ എത്തൂല. അതുകൊണ്ടെന്താ ഡ്രോയിങ്സിനോടുള്ള താല്പര്യം അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന്. എന്നിട്ട് സ്വയം അങ്ങോട്ട് വിചാരിക്കും, ദൈവം നിനക്ക് അതിനുള്ള കഴിവൊന്നും തന്നിട്ടില്ല എന്ന്. ഇതിപ്പം പിൻട്രസ്റ്റ് തുറക്കുമ്പം കുറച്ച് ദിവസമായി ഈ ഒരു സിമ്പിൾ ഐഡിയാസിൻ്റെയൊക്കെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് വൈ ഷുഡ് ഐ, എന്തുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തുകൂടാന്ന്. അതിനനുസരിച്ചുള്ള കളേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എല്ലാം ഭയങ്കര സിമ്പിളാണ്. പക്ഷേ അവർ വരക്കുമ്പോൾ ആഹാ, ഞാൻ വരക്കുമ്പോൾ ഓഹോ, അതാണല്ലോ പതിവ്. ആ പതിവും ഇവിടെ തന്നെ ആവർത്തിക്കും എന്നതുകൊണ്ട് ഞാൻ വലിയൊരു എക്സ്പെക്റ്റേഷനൊന്നും ഇതിന് കൊടുത്തിട്ടില്ല. എല്ലാ കളേഴ്സ് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാൻ തന്നെ തുടങ്ങി. ചെയ്ത് വന്നപ്പം അയ്യേ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കളറും എൻ്റെ സമയവും ഫോണിലെ മെമ്മറിയും എല്ലാം വേസ്റ്റ് ആയല്ലോ എന്നുള്ള ആലോചനയിലായിരുന്നു ആ സമയം മുഴുവൻ. അയ്യേ ഞാൻ വരക്കുമ്പോൾ ഈ ഇലയൊക്കെ എന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ഞാനങ്ങ് കാട് കയറി. പിന്നെ ചെയ്ത് വന്ന് ഷെയ്ഡൊക്കെ കൊടുത്ത് അങ്ങോട്ട് വരുമ്പോൾ ലേശം മേനയൊക്കെ ആയി വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ചെയ്ത് വന്ന അവസാനം റിസൾട്ട് കണ്ടപ്പം ആഹാ കൊള്ളാലോ, ഇതിപ്പോൾ ഞാൻ തന്നെയാണോ ചെയ്തേ എന്ന് ഞാൻ തന്നെ ചിന്തിച്ചു പോയി. സംഭവം ഞാൻ ഈ മേലെ ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എല്ലാം അമ്മേനെ കൊണ്ട് കാണിക്കലുണ്ട്. അപ്പം അമ്മ ഓക്കെ പറയാറുമുണ്ട്. പക്ഷെ ഇത് ഞാനങ്ങനെ കാണിച്ചിട്ടില്ല. ഇനി വീഡിയോ ഇടുമ്പോഴായിരിക്കും ആൾ കാണുന്നുണ്ടാവുക. എന്ത് ചെയ്താലും അപ്രിസിയേഷൻ ഉണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. രാവിലത്തെ വെളിച്ചത്തിനേക്കാളും എന്തുകൊണ്ടും രാത്രിയിലാണ് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നത്. ഈ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ട ഈ മേഖലയിലേക്ക് ഇനിയും കൈവെക്കണോ വേണ്ടയോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.